അപ്പോൾ ഞാൻ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് 1 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറ് വേണം, തേങ്ങയാണ് വേണ്ടത്. അതുകൂടാതെ അതിലേക്ക് ചേർക്കാനായിട്ട് അല്പം ജീരകവും കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം തേങ്ങ വന്നിട്ട് നമുക്ക് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, ഒത്തിരി അരിഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമുക്ക് അല്പം സോഡ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഉഴുന്ന് 2 സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് വന്നിട്ട് ഇപ്പം ഞാൻ 1 കിലോ അരിക്ക് 3 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ വന്നിട്ട് 1 തേങ്ങ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൂട്ടി നമുക്ക് 8 മണിക്കൂർ ഇത് പുളിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് ഇത് മൂടി 8 മണിക്കൂർ പുളിക്കാൻ വെച്ചു. ഇത് 8 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കള്ളപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾ മാവ് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കുറച്ച് ഉപയോഗിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിൽ കള്ളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. കള്ളൊന്നും ഇല്ലാതെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.